എംടിക്ക് പിന്നാലെ ഭരണകൂട വിമർശനവുമായി എഴുത്തുകാരൻ എം മുകുന്ദൻ. ഇപ്പോൾ നാമുള്ളത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ്. അധികാരത്തിലിരിക്കുന്നവർ സിംഹാസനത്തിന്റെ രുചി അറിഞ്ഞവരാണ്. കിരീടത്തെക്കാൾ ചോരയ്ക്കാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കണമെന്നും എം മുകുന്ദൻ പറഞ്ഞു. KLF വേദിയിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് പരാമർശം. ഇരിക്കുന്ന സിംഹാസനത്തിന് ജനങ്ങൾക്കല്ല വില എന്ന് ധരിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനെതിരായിട്ടാണ് ഞാൻ പ്രതികരിച്ചത്. സിംഹാസനമല്ല, ജനങ്ങളാണ് വലുത് എന്നുള്ളൊരു സന്ദേശം ഞാൻ എൻ്റെ വായനക്കാർക്ക് നൽകുകയായിരുന്നു. വിവരങ്ങൾ നൽകാൻ ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, എംടിക്ക് പിന്നാലെ വീണ്ടും ഭരണകൂട വിമർശനവുമായി എം മുകുന്ദൻ കൂടി എത്തിയിരിക്കുകയാണ്. എന്താണ് എം മുകുന്ദന്റെ പരാമർശം? അദ്ദേഹം എന്താണ് പറയുന്നത്? അനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദിയിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ടായിരുന്നു, ഒരു സെഷൻ ഉണ്ടായിരുന്നു. ആ സെഷനിൽ എം മുകുന്ദനും അതുപോലെ തന്നെ എം സ്വരാജും ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു സെഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ ഈ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന പുസ്തകത്തിൽ ഒരു വരിയുണ്ട്, അതായത് ഒരു തുള്ളി ചോരയ്ക്ക് ഒരു കിരീടത്തെക്കാൾ വിലയുണ്ട് എന്നൊരു വരിയുണ്ട്. അപ്പോൾ ഈ വരി ഉദ്ധരിച്ചുകൊണ്ട് സ്വരാജ് ഒരു ചോദ്യം എം മുകുന്ദനോട് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇതിന് നൽകിയ മറുപടി ആയിരുന്നു ഇത്തരത്തിലൊരു വലിയ ഭരണകൂട വിമർശനം അല്ലെങ്കിൽ അധികാരത്തിനെതിരെയുള്ള വിമർശനവുമായി വന്നിട്ടുള്ളത്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇപ്പോൾ നാം ഉള്ളത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ്. ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു, കിരീടത്തിന്റെ പ്രാധാന്യം അതോടൊപ്പം തന്നെ കൂടി വരികയാണ് എന്നീ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഭരണകൂട വിമർശനമായി ഉയർത്തുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കൊരു ചൂണ്ടുവിരൽ വയ്ക്കുകയാണ്. അത് കൃത്യമായി പറയുന്നത്, ഇലക്ഷൻ വരികയാണ്, തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ ഒരു തിരഞ്ഞെടുപ്പിനെ ജനങ്ങൾ അഭിമുഖീകരിക്കാൻ. അതായത് ചോര മുൻപിൽ കണ്ടുവേണം, ചോരയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം ഇത്തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനെ ജനങ്ങൾ മുൻപിൽ കാണാൻ. അധികാരത്തിലിരിക്കുന്നവർ സിംഹാസനത്തിന്റെ രുചി അറിഞ്ഞവർ എന്നിങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ഭരണകൂട വിമർശനം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഇത് കേവലം കേന്ദ്ര രാഷ്ട്രീയത്തിൽ തങ്ങി നിൽക്കാതെ ലോക രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന വലിയ രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകൾ എത്തി നിൽക്കുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ ഗസയിൽ അടക്കം നടക്കുന്ന ഈ ഒരു അധിനിവേശത്തെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. അതിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടുന്ന ഇത്തരത്തിൽ ഇനി ഇലക്ഷൻ വരാൻ പോവുകയാണ്, തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ കൃത്യമായും കിരീടത്തിന് പ്രാധാന്യം നൽകാതെ അല്ലെങ്കിൽ ഈ അധികാരങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ മനുഷ്യ ജീവന് ചോരയ്ക്ക് വില നൽകിക്കൊണ്ട് ഈ ഇലക്ഷനെ ജനങ്ങൾ മുൻപിൽ കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നൊരു ആഹ്വാനമാണ് എം മുകുന്ദൻ മുൻപോട്ട് വയ്ക്കുന്നത്. അനിഷ, എംടിക്ക് പിന്നാലെ ഭരണകൂട വിമർശനവുമായി എഴുത്തുകാരൻ എം മുകുന്ദൻ കൂടി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നാമുള്ളത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് എന്നാണ് എം മുകുന്ദൻ പറഞ്ഞത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത് ബെൻസൺ ബാബുവാണ്.